ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫോക്ടെയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്ടെയിലിൻ്റെ പേരാണ് പ്രിൻസ് സാബർ. ലെന്തി ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. സെക്കൻഡ് പാർട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ പ്രിൻസ് സാബർ എന്നുള്ള ഈ ഫോക്ടെയിൽ 11 പേജസ് ഉള്ളത് കൊണ്ട് ഞാൻ സെൻറ്റൻസ് വൈസ് റീഡ് ചെയ്തല്ല പറയാൻ പോകുന്നത്. ഞാൻ മലയാളത്തിൽ കഥ പറയുമ്പോൾ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇല്ലേ സെൻറ്റൻസസ് നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈസിയാണ്. ഏതെങ്കിലും ഒരു ന്യൂ വേർഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് വേർഡ് വരുമ്പോൾ അതിൻ്റെ മീനിങ് കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് കഥയിലോട്ട് പോവാം. ഒരു മഹാനായ സുൽത്താന് 7 പെൺമക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരോടും അദ്ദേഹത്തിന് വളരെ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഇളയ മകളായിരുന്നു. സ്വാഭാവികമായും നമുക്ക് അറിയാം എന്ത് സംഭവിക്കും. മറ്റ് 6 പേർക്കും അസൂയയും വെറുപ്പും ഉണ്ടായി. ഒരു ദിവസം സുൽത്താൻ ഒരു ഹ്യൂമറസ് മോഡിലായിരുന്നു. അദ്ദേഹം തൻ്റെ 7 പെൺമക്കളെയും തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു വിചിത്രമായ ചോദ്യം ചോദിച്ചു. ക്യൂർ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അൺയൂഷ്വൽ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ എല്ലാ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും കാരണം എന്താണ്? ഈസ് ഇറ്റ് യുവർ ഓൺ കിസ്മത്ത് ഓർ മൈൻ എന്നാണ് ചോദിച്ചത്. കിസ്മത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി. ഇത് നിങ്ങളുടെ സ്വന്തം കിസ്മത്താണോ അതോ എൻ്റേതാണോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് സത്യസന്ധമായി കൃത്യമായി പറയൂ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ 6 പെൺകുട്ടികൾ ഒരേ സമയം വിളിച്ചു പറഞ്ഞു. ഈ ഒരേ സമയം വിളിച്ചു പറഞ്ഞു എന്നതിന് മീനിങ് ആണ് ക്രൈഡ് ഔട്ട് അറ്റ് വൺസ്. ഓക്കെ. തീർച്ചയായും പിതാവേ, ഞങ്ങളുടെ എല്ലാം സന്തോഷത്തിന് കാരണം അച്ഛൻ്റെ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, നല്ല നക്ഷത്രമാണ്, യുവർ ഗുഡ് സ്റ്റാർ ആണ്. സുൽത്താൻ സന്തോഷിച്ചു. പക്ഷേ തൻ്റെ ഇളയ മകളും അതുപോലെ ബെസ്റ്റ് ലൗഡ് പ്രിയപ്പെട്ട മകൾ മറ്റ് സഹോദരിമാരുടെ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ചേരാത്തത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ കോറസ് ഓഫ് വോയിസ്, സിസ്റ്റേഴ്സ് എല്ലാം നല്ല കോറസ് ഓഫ് വോയിസിൽ അച്ഛനെ പുകഴ്ത്തി പറഞ്ഞു. സോ ഷി വാസ് സൈലൻറ്റ്. പരാജയം എന്ന് വെച്ചാൽ അൺകംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ. അവളുടെ മനസ്സിലെന്തോ ഉള്ളതായി തോന്നി. അവൾ പറയാൻ ധൈര്യപ്പെട്ടില്ല. ഷീ ഡിഡിൻ ഡെയർ അട്ടർ. അട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേ സംതിങ്. ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് കറേജ്. ഡിഡിൻ ഡെയർ അട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഷീ റിമെയിൻഡ് കംപ്ലീറ്റ്ലി സൈലൻറ്റ്. ഇളയ മകളുടെ നിശബ്ദത സുൽത്താന് അല്പം അപ്സെറ്റായി. പുട്ട് ഔട്ട്. ഓക്കെ. എന്താണ് എന്ന് ശബ്ദമുയർത്തി സുൽത്താൻ ചോദിക്കുകയാണ് മകളോട്. വൈ ആർ യു സൈലൻറ്റ്? ഷുവർലി യു ഡോണ്ട് ഡിസഗ്രി വിത്ത് യുവർ സിസ്റ്റേഴ്സ്, ഡു യു? ഐ ആം സോറി ഫാദർ, ഐ ഡു. അപ്പം ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അല്പം ബുദ്ധിമുട്ടോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടേതായ പ്രത്യേക കിസ്മത്തുണ്ട്. അത് നമുക്ക് നന്മയും തിന്മയും നൽകുന്നു. എൻ്റെ സ്വന്തം നല്ല നക്ഷത്രം കാരണം മാത്രമാണ് നിങ്ങളുടെ മകളും രാജകുമാരിയുമായത് ഞാൻ. ഓ ഇൻഡീഡ്, ഷൗട്ടഡ് ദ സുൽത്താൻ. അപ്പം സുൽത്താന് ദേഷ്യം വന്ന് ഷൗട്ട് ചെയ്യുവാണ്. അപ്പോൾ നിൻ്റെ എല്ലാ സന്തോഷത്തിനും നിൻ്റെ സ്വന്തം നല്ല നക്ഷത്രം കടപ്പെട്ടിരിക്കുന്നോ? ഞാൻ ചൊരിഞ്ഞ എല്ലാ സ്നേഹത്തിനും നീ തിരികെ നൽകുന്ന രീതി ഇതാണോ? യു അൺഗ്രേറ്റ്ഫുൾ ക്രീച്ചർ എന്നുകൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുകയാണ്. ഇനി മുതൽ നിൻ്റെ കിസ്മത്ത് എങ്ങനെ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് നമുക്ക് കാണാം എന്നും സുൽത്താൻ തൻ്റെ മകളോട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം കാവൽക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ പെൺകുട്ടി എൻ്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുക. അവളുടെ മുഖം ഞാൻ ഇനി ഒരിക്കലും കാണരുത്. ദ ഗേൾ വാക്ക്ഡ് ഔട്ട്. എന്താ സംഭവിച്ചത്? ഷീ വാക്ക്ഡ് ഔട്ട് മീൻസ് പുറത്തേക്ക് നടന്നു. അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ലാതെ വേറൊന്നും എടുത്തില്ല. കാവൽക്കാർ അവളെ പിന്തുടർന്ന് അവൾ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശം, അതായത് ഔട്ടർ പാർട്സ്, ഔട്ട്സ്കേർട്സ് ഒക്കെ എത്തിയപ്പോൾ അവളെ ഗാർഡ്സ് ഉപേക്ഷിച്ചു. ഇനി സുൽത്താന് ഒരു വിദൂര രാജ്യം സന്ദർശിക്കേണ്ടതായിട്ട് വരുന്നു. അദ്ദേഹത്തിന് മനോഹരമായ ഒരു കപ്പൽ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ജ്യോതിഷികൾ, അതായത് അസ്ട്രോളജേഴ്സ്, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഒരു നല്ല ദിവസം കണ്ടെത്തി. ആ ദിവസം അദ്ദേഹം തൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പ്രജകളോടും വിട പറയുകയാണ്. തൻ്റെ പെൺമക്കളോട് വിട പറയുമ്പോൾ തൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്താണ് വാങ്ങിച്ചിട്ട് വരേണ്ടതെന്ന് ചോദിക്കുന്നു. ഓരോ പെൺകുട്ടിയും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളുടെ പേരുകൾ പറയുന്നു. സുൽത്താൻ തൻ്റെ കോർട്ടിയേഴ്സിൻ്റെയും സെർവൻസിൻ്റെയും അതുപോലെ തന്നെ വിത്ത് ദ പ്രസൻസ് ഓഫ് മ്യൂസിക്കിൻ്റെയും പ്രസൻസോടെ യാത്ര പുറപ്പെടുകയാണ്. എംബാക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എ ജേർണി എന്നാണ്. ഓക്കെ. ദ സെയിലർ അൺഫേൾഡ് ദ സെയിൽസ്. അൺഫേൾഡ് എന്ന് വെച്ചാൽ സ്പ്രെഡ് ഔട്ട്. ഈ അൺഫേൾഡ് ദ സെയിൽസ് എന്ന് പറയുമ്പം ആക്ട് ഓഫ് മേക്കിംഗ് ദ സെയിൽസ് റെഡി. ആൻഡ് റേസ് ദ ആങ്കർ. നങ്കൂരമൊക്കെ ഉയർത്തി. കാറ്റ് ഏറ്റവും അനുകൂലമായിരുന്നു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കപ്പൽ ഒരു പിടിവാശിയുള്ള കുതിരയെപ്പോലെ നിശ്ചലമായി നിന്നു. സ്റ്റോക്ക് സ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി മൂവ്മെൻറ്റ്. ഒബ്സ്റ്റിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റബേൺ, പിടിവാശി. കപ്പലിൻ്റെ ചലനത്തെ തടയുന്നത് എന്താണെന്ന് കണ്ടെത്താൻ അവർ കുറച്ച് സമയം ചെലവഴിച്ചു. പക്ഷേ കപ്പലിനകത്തും പുറത്തുമെല്ലാം നല്ല
എല്ലാം നല്ല നിലയിലായിരുന്നു, എല്ലാം നല്ല കണ്ടീഷനായിരുന്നു. സുൽത്താൻ നഗരത്തിലെ ഏറ്റവും സമർത്ഥരായ ജ്യോതിഷികളെ വിളിച്ചു. അവർ വളരെ ആലോചിച്ചു, കണക്ക് കൂട്ടുകൾ നടത്തിയ ശേഷം അവർ പറഞ്ഞു, തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരാളോട് അവൾക്ക് എന്താണ് സമ്മാനമായി വേണ്ടതെന്ന് ചോദിക്കാൻ സുൽത്താൻ മറന്നുപോയത് കൊണ്ടാണ് കപ്പൽ നിന്ന നിപ്പിൽ തന്നെ അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. സുൽത്താൻ പെട്ടെന്ന് തൻ്റെ ഇളയ മകളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുന്നു വേർത്ത്ലെസ് ക്രിയേച്ചർ. അത് അങ്ങനെ വേർത്ത്ലെസ് ക്രിയേച്ചർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിലക്കെട്ട ജീവി എന്ന് വിളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം സുൽത്താൻ എന്താ വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ കാലതാമസത്തിൻ്റെ യാത്രയുടെ കാലതാമസത്തിന് കാരണമായത് ആരാണ്, പിന്നെയും മകളാണ് എന്ന് വിചാരിച്ച് കോപാകുലനാകുകയാണ്. അപ്പം ഡിസ്പാച്ച്ഡ് മെസ്സേജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് മെസ്സഞ്ചേഴ്സ്. ഓക്കെ, വിദേശത്ത് നിന്ന് വരുമ്പോൾ എന്ത് കൊണ്ടുവരണമെന്ന് ചോദിക്കാൻ അദ്ദേഹം മെസ്സഞ്ചേഴ്സിനെ മകളുടെ അടുത്തേക്ക് അയക്കുന്നു. വളരെ നിഷ്ഫലമായ തിരച്ചിലിന് ശേഷം, അതാണ് ഫ്രൂട്ട്ലെസ് സെർച്ചിങ്, യൂസ്ലെസ് സെർച്ചിങ്. ഓക്കെ, വളരെ നിഷ്ഫലമായ തിരച്ചിലിന് ശേഷം ഒടുവിൽ ഒരു കാട്ടിൽ അവളെ ദൂതന്മാരിൽ ഒരാൾ കണ്ടെത്തി. ഒരു വലിയ മരത്തിൻ്റെ തണലിൽ അല്ലാഹുവിൻ്റെ സേവനത്തിനായി സമർപ്പിതയായ ഒരു അസറ്റിക് എന്ന് വെച്ചാൽ സന്യാസിയായി അവൾ ജീവിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തെത്തിയപ്പോൾ അവൾ ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിലായിരുന്നു. സോ ഹി കോൾഡ് ഔട്ട് ടു ഹർ, അത് ഷൗട്ട് ലൗഡ്ലി, ഒച്ചത്തിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുവാണ്. ആൻഡ് റൂഡ്ലി ചോദിക്കുകയാണ്, രാജാവ് അവൾക്ക് എന്ത് സമ്മാനം കൊണ്ടുവരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുവെന്ന് പരുഷമായി ചോദിച്ചു. രാജകുമാരി മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം അവളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. പകരം സബർ എന്ന് പറഞ്ഞ്, അതായത് കാത്തിരിക്കുക. തിടുക്കത്തിലായിരുന്ന ദൂതൻ അത് ഒരു ഉത്തരമായി എടുത്ത് അവിടെ നിന്നും പോയി. സുൽത്താൻ അക്ഷമനാണെന്നും അത് ഇംപേഷ്യൻ്റ് ആണെന്നും കപ്പൽ കാത്തിരിക്കുകയാണെന്നും സുൽത്താന് തൻ്റെ യാത്ര പുറപ്പെട്ട സമയമായെന്നും ദൂതന് അറിയാമായിരുന്നു. അയാൾ വേഗം യജമാനൻ്റെ, അതായത് സുൽത്താൻ്റെ അടുത്തേക്ക് പോയി രാജകുമാരി സബർ എന്നൊരു സാധനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജസ്റ്റ് ലൈക്ക് ഹർ പ്രൗഡ് ദ സുൽത്താൻ. അപ്പോൾ സുൽത്താന് പിന്നെ ദേഷ്യം വന്ന്, വാട്ട് ക്യാൻ ദ സ്റ്റുപ്പിഡ് ഗേൾ മീൻ ബൈ ഇറ്റ്? ജസ്റ്റ് ലൈക്ക് ഹർ ടു സെൻഡ് മീ സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് റിപ്ലൈ. ഇമ്പോർട്ടൻ്റ് വെച്ചാൽ റൂഡ്, നോട്ട് ഷോയിങ് റെസ്പെക്റ്റ്. ഓക്കെ, അപ്പം മണ്ടൻ പെൺകുട്ടി എന്താണ് അർത്ഥമാക്കുന്നത് ഈ സബർ എന്നതുകൊണ്ട്? സുൽത്താൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ നീങ്ങാൻ തുടങ്ങി. സുഖകരമായി സഞ്ചരിച്ച ഉടൻ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിയ അദ്ദേഹം സുൽത്താന് തൻ്റെ എല്ലാ അനുയായികളോടൊപ്പം പുതിയ രാജ്യത്തിൽ ലാൻഡായി. അതുപോലെ തന്നെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു, ആസ്വദിക്കുകയും ചെയ്തു. മടങ്ങി വരുന്നതിന് മുമ്പ് തൻ്റെ 6 പെൺമക്കൾ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങി അവയെല്ലാം സുരക്ഷിതമായി തൻ്റെ കപ്പലിൽ സൂക്ഷിച്ചു. എന്നാൽ ഇളയ മകൾ ചോദിച്ചത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ എവിടെ പോയാലും അവർക്ക് ഒരേ മറുപടിയാണ് ലഭിച്ചത്, ഭൂമിയിൽ എവിടെയും സബർ എന്നൊരു സാധനം ഇല്ലായിരുന്നു. അതിനാൽ അത്തരമൊരു മണ്ടത്തരം അന്വേഷിച്ച് കൂടുതൽ സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ലെന്ന് സുൽത്താൻ പറഞ്ഞു. സോ ദേ ഓൾ വെൻറ്റ് ഓൺ ബോർഡ് വിത്തൗട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു സാധനമില്ലാതെ അവരെല്ലാം കപ്പലിൽ കയറി. എന്നാൽ നങ്കൂരമുയർത്തി പായ്ക്കൽ വിടർന്നപ്പോൾ കപ്പൽ അനങ്ങിയില്ല. അത് വീണ്ടും ഒരു പാറ പോലെ ഉറച്ചു നിന്നു. ഇത്തവണ സുൽത്താന് കാരണം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം വീണ്ടും കോപാകുലനായി. റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ. ഓക്കെ, തെരുവുകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരോടും സബർ എന്ന നിഗൂഢമായ വസ്തു, ആ മിസ്റ്റീരിയസ് തിങ്, എവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്ന് ചോദിക്കാൻ തൻ്റെ ദാസന്മാരെ കരയിലേക്ക് അയച്ചു. ഈ അപൂർവ വസ്തു അന്വേഷിച്ച് സെർവൻസ് ഒരു ദിവസം മുഴുവൻ നഗരം മുഴുവൻ അലഞ്ഞു. ആളുകൾ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവരെല്ലാം ക്ഷീണിതരായി. ആൻഡ് എബൌട്ട് ടു ഗിവ് ഇറ്റ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ശ്രമം ഉപേക്ഷിക്കാം എന്നവർ കരുതി. ആ സമയം ഒരു പാവപ്പെട്ട വൃദ്ധയെ കാണാൻ ഇടയായി. അന്ന് ആയിരക്കണക്കിന് ആളോട് ചോദിച്ച അതേ ചോദ്യം അവസാനമായി ആ വൃദ്ധയോട് അവർ ചോദിക്കുന്നു. അവൾ മറുപടി പറഞ്ഞു, സബർ, ഓ യെസ്, അത് എന്താണെന്ന് എനിക്കറിയാം. അതൊരു കല്ലാണ്, എൻ്റെ മുറ്റത്തതുണ്ട്. ഞാൻ ജനിച്ചത് മുതൽ അത് അവിടെയുണ്ട്. ഞങ്ങൾ എല്ലായ്പ്പോഴും അതിനെ സബർ കല്ലെന്ന് വിളിക്കുന്നു. നിങ്ങൾ അതിന് എന്ത് വില നൽകും? ദ സെർവൻസ് വർ സോ ഗ്ലാഡ്. അവർക്ക് ഭയങ്കര സന്തോഷമായി. വരൂ, നമുക്കത് കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ തരും എന്നും ഉത്തരം കൊടുക്കുന്നു. ഇത്രയും സ്വർണം ലഭിച്ചതിൽ വൃദ്ധയായ ആ സ്ത്രീ അതിയായ സന്തോഷവതിയാകുന്നു. ആ വൃദ്ധയായ സ്ത്രീ അവരെ തൻ്റെ കുടിലിലേക്ക് കൊണ്ടുപോവുകയും പകുതി മണ്ണിൽ കുഴിച്ചിട്ട് ഒരു വലിയ പരുക്കൻ കല്ല്, അത് റഫ് സ്റ്റോൺ കാണിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവരെന്താ ചെയ്യുന്നത്, ഡഗ് അപ്പ് ദ സ്റ്റോൺ, കുഴിച്ചെടുത്ത ശേഷം അവർ അവൾക്ക് സ്വർണവും നൽകുന്നു. അത് കപ്പലിനുള്ളിൽ എത്തിയ ഉടനെ തന്നെ യാത്ര തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുൽത്താൻ വീട്ടിലെത്തി. അദ്ദേഹം എത്തി 2 ദിവസങ്ങൾക്ക് ശേഷം മുമ്പ് അവളുടെ അടുത്തേക്ക് പോയ അതേ ദൂതൻ വഴി തൻ്റെ മകൾക്ക് കല്ല് അയച്ചു. തലയിൽ ഭാരമായി തൻ്റെ പിതാവിൻ്റെ ദാസൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഹൃദയം സോഫ്റ്റുണ്ടായി എന്നും വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ തനിക്കൊരു വലിയ സമ്മാനം അയച്ചതാണെന്നും രാജകുമാരി കരുതുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ആ മനുഷ്യനൊരു വലിയ പരുക്കൻ കല്ല് അവളുടെ കാലിൻ്റെ അടുക്കൽ
എറിഞ്ഞ് പരുഷമായി പറയുകയാണ്, റഫായിട്ട് പറയുകയാണ്, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട സബർ. ഗ്രഫ്ലി എന്ന് വെച്ചാൽ റഫായിട്ട്. ഓക്കെ, സുൽത്താൻ നിങ്ങളുടെ സഹോദരിമാർക്ക് തനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വലിയ വജ്രവും മാണിക്യങ്ങളും വാങ്ങിച്ചു കൊടുത്തു. തീർച്ചയായും നിങ്ങളുടെ നക്ഷത്രം വളരെ തിളക്കമുള്ളതായിരിക്കണം. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ടീസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു പരുക്കൻ കറുത്ത കല്ല് അയച്ചിട്ടുണ്ട്, ഇത് ഭദ്രമായി സൂക്ഷിക്കൂ. ഈ കല്ലുപയോഗിച്ച് നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കഴുകാൻ കഴിഞ്ഞേക്കും എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ആ മെസ്സഞ്ചർ പോവുകയാണ്. ഈ പരിഹാസ വാക്കുകൾ കേട്ട് ആ പാവം പെൺകുട്ടി വേദനിച്ചു. അതായത് ടോണ്ടിങ് വേർഡ്സ് എന്ന് വെച്ചാൽ അപ്സെറ്റിംഗ് വേർഡ്സ്. ഓക്കെ, അവൾ കുറച്ചു നേരം കരഞ്ഞു. അപ്പോൾ ക്രൈങ് ഫിറ്റ് എന്ന് വെച്ചാൽ ടു ഷെഡ് ടിയേഴ്സ്. അവൾ കല്ല് ഒരു മൂലയിലേക്ക് ഉരുട്ടി. അവളുടെ പിതാവിൻ്റെ ദാസൻ പരിഹസിച്ചുകൊണ്ട് നിർദ്ദേശിച്ച അതേ രീതിയിൽ അത് ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ കല്ല് വൃത്തിയാക്കി. അവൾ ദിവസം തോറും അവളുടെ വസ്ത്രങ്ങൾ അതിൽ കഴുകി. തുണിക്കഷ്ണങ്ങൾ പോലെ തോന്നാൻ തുടങ്ങിയ വസ്ത്രങ്ങൾ അവൾ ഉരച്ചു തേക്കുമ്പോൾ ഒരു രാജകുമാരിയായിരുന്ന തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു കരഞ്ഞു. കുറച്ച് ദിവസം ഇങ്ങനെ ഉരച്ച് കഴുകി കല്ല് ക്രമേണ തിന്നാകുന്നതായി അവൾക്ക് തോന്നി. വിയറിങ് എവേ മീൻസ് സ്മൂത്തായി, തിന്നായി. ഓക്കെ, കല്ല് മൃദുവായ കല്ലാണ് അവൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് മറക്കുകയും ചെയ്തു. ഫർഗറ്റ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഓർത്തില്ല. എന്നാൽ ഒരു ദിവസം അതിൻ്റെ ഉപരിതലം പെട്ടെന്ന് പൊട്ടി. ഒരു മനോഹരമായ ഫാൻ അതിനുള്ളിൽ ഒരു ദ്വാരത്തിൽ വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ക്യാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ. അവൾ ഉടനെ ഫാൻ പുറത്തെടുത്തു. വളരെ കാലമായി അത്തരമൊരു ആഡംബരം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ അവൾ സന്തോഷത്തോടെ അത് തുറന്ന് സ്വയം ഫാൻ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് വളരെ സുന്ദരനും ഉയരമുള്ളവനും ധൈര്യശാലിയുമായ ഒരു യുവ രാജകുമാരൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കൽപ്പനകൾക്കായി കാത്തിരിക്കുന്നതായി അവൾക്ക് തോന്നി. ഈ കാഴ്ച കണ്ട് ആശയക്കുഴപ്പത്തിലായ അവൾ ഫാൻ താഴെയിട്ട് ഓടാൻ പോവുകയായിരുന്നു. രാജകുമാരൻ അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാനിന് തന്നെ വിളിക്കാനുള്ള ശക്തിയുണ്ടെന്നും തൻ്റെ പേര് പ്രിൻസ് സബർ ആണെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എവിടെ ഇരുന്നാലും ഈ ഫാൻ വേവ് ചെയ്താൽ അവൻ വരുമെന്നും രാജകുമാരിയോട് പറഞ്ഞു. എന്നിരുന്നാലും അവൾ അത് വിപരീതമായി വീശിയാൽ അത് അവനെ ഉടൻ തന്നെ തൻ്റെ പിതാവിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുമെന്നും പ്രിൻസ് സബർ പറയുകയാണ്. ഇതെല്ലാം കണ്ട് രാജകുമാരി അത്ഭുതപ്പെട്ടു. അവൾ ആ ഫാനിനെ എടുത്ത് കളിയായി ഒരു പ്ലേഫുൾ മാനറിൽ 1-2 തവണ കുലുക്കി. രാജകുമാരൻ അവളുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായി. അവൾ ഉത്കണ്ഠയോടെ അത് വീണ്ടും ശരിയായ വഴിയിലേക്ക് വീശി അവനെ തിരികെ കൊണ്ടുവന്നു. അവർ പരസ്പരം സ്നേഹിച്ചു. കാലക്രമേണ രാജകുമാരൻ അവൾക്കായി ഒരു വലിയ കൊട്ടാരം പണിതു. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് വളരെ സുഖമായി ജീവിച്ചു. രാജകുമാരൻ സബർ തൻ്റെ മാതാപിതാക്കളെയോ ജനങ്ങളെയോ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവളോട് ഫാനിനെ എതിർദിശയിലേക്ക് വീശാൻ ആവശ്യപ്പെടും. ഉടൻ തന്നെ അത് അവനെ തൻ്റെ പഴയ നഗരത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാത്തപ്പോൾ രാജകുമാരൻ സബർ ഒരിക്കലും അവളെ വിട്ട് പോകാറില്ല. അവളുടെ ഈ സന്തോഷകരമായ മാറ്റം എങ്ങനെയോ സുൽത്താനും 6 പെൺകുട്ടികളും അറിഞ്ഞു. സഹോദരിമാർ അസൂയ കൊണ്ട് ജ്വലിച്ചു. ഇവിടെ മോട്ടിഫൈഡ് എന്ന് വെച്ചാൽ ഫീൽ അഷെയിംഡ്. ഓക്കെ, അതായത് തൻ്റെ മുൻകാല പ്രവൃത്തികളിലും തൻ്റെ മകളോട് താൻ കാണിച്ച ആ അനീതിയായ പ്രവൃത്തി മൂലം സുൽത്താന് നാണക്കേട് തോന്നി. ഒരു ദിവസം 6 പെൺകുട്ടികളും സുൽത്താൻ്റെ അനുവാദം ചോദിക്കാതെ അവരുടെ സഹോദരിയെ സന്ദർശിച്ചു. അവൾ അവരെ സ്വാഗതം ചെയ്തു. അവരെ കണ്ടതിൽ അവൾ വളരെ സന്തോഷിച്ചു. താമസിക്കാൻ അവരെ നിർബന്ധിച്ചു സ്റ്റേ ചെയ്യാൻ വേണ്ടി. എന്നാൽ മറ്റൊരു ദിവസം വരാമെന്ന് വാഗ്ദാനം ചെയ്ത് അവർ വളരെ വേഗം പോയി. പക്ഷേ രാജകുമാരൻ തൻ്റെ ഭാര്യ ഈ സഹോദരിമാരെ തൻ്റെ പുതിയ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചതിൽ അത്ര സന്തോഷവാനായിരുന്നില്ല. അവളുടെ അച്ഛൻ അവളോട് പെരുമാറിയ രീതിയെക്കുറിച്ചും സഹോദരിമാരുടെ അസൂയ നിറഞ്ഞ രീതികളെക്കുറിച്ചും എല്ലാം പ്രിൻസ് സബർ കേട്ടിരുന്നു. അസൂയ കാരണം അവർ തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് പ്രിൻസ് സബർ ഭയപ്പെട്ടു. എന്നാൽ രാജകുമാരി നിഷ്കളങ്കയും വിശ്വസ്തയുമായിരുന്നു. അവൾ തൻ്റെ സഹോദരിമാരുടെ സന്തോഷത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു വൈകുന്നേരം രാജകുമാരന് മാതാപിതാക്കളെ കാണാൻ തോന്നി. രാജകുമാരി ഫാൻ വീശി കാണിച്ചു. അതനുസരിച്ച് അവൻ പോവുകയും ചെയ്തു. അവൻ പോയപ്പോൾ അവൾക്ക് ഭയങ്കര ഏകാന്തത അനുഭവപ്പെട്ടു. അവനെ തിരികെ വിളിക്കാൻ പോകുകയായിരുന്നു രാജകുമാരി. ആ സമയം അവളുടെ സഹോദരിമാർ അവളെ കാണാൻ വന്നു. രാത്രി വൈകുവോളം അവർ അവളുടെ കൊട്ടാരത്തിൽ തങ്ങി. അവരെ കണ്ടതിൽ അവൾ വളരെ സന്തോഷിച്ചു, ഉത്സാഹഭരിതയായി. പക്ഷേ അവളുടെ സഹോദരിമാർക്ക് അത്ര സന്തോഷം തോന്നിയില്ല. അവർക്ക് അവളോട് വളരെ അസൂയ തോന്നി എന്ന് മാത്രമല്ല, ഗുരുതരമായി വേദനിപ്പിക്കാനും ഒരുപക്ഷെ രാജകുമാരൻ സബറിനെ കൊല്ലുകയും ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ അവരിൽ ചിലർ സഹോദരിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും മറ്റു ചിലർ നിശബ്ദമായി രാജകുമാരൻ സബറിൻ്റെ കിടപ്പുമുറിയിലേക്ക് കയറി കിടക്കവിരി പിൻവലിച്ചു. മാരകമായ വിഷം കലർത്തിയ ധാരാളം പൊടിച്ച ഗ്ലാസ് മെത്തയിൽ വിതറി. പിന്നെ അവർ അതിന്മേൽ ആ വിരി വിരിച്ചു. വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി.
അവരുടെ സഹോദരിമാരോടൊപ്പം ചേർന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ ഇല്ലെങ്കിൽ ഒന്നും നടക്കാത്ത പോലെ നിഷ്കളങ്കമായി പെരുമാറി. ആ രാത്രി വൈകി 6 ദുഷ്ട രാജകുമാരിമാർ അവരുടെ സഹോദരിയുടെ കൊട്ടാരം വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അവർ പോയ ഉടനെ രാജകുമാരി തൻ്റെ ഫാൻ എടുത്ത് വീശി തൻ്റെ പ്രിയപ്പെട്ട രാജകുമാരൻ സബറിനെ തിരികെ കൊണ്ടുവന്നു. നേരം വൈകിയിരുന്നു. സബർ ക്ഷീണിതനും സ്ലീപ്പിയുമായിരുന്നു. അതിനാൽ അയാൾ ഉടനെ ഉറങ്ങാൻ കിടന്നു. രാജകുമാരി എല്ലാ രാത്രിയും ചെയ്യുന്നത് പോലെ അവളുടെ പ്രാർത്ഥനകൾ ചൊല്ലി. പെട്ടെന്ന് രാജകുമാരൻ സബറിന്റെ നിലവിളി അവൾ കേട്ടു. സഹായിക്കൂ, ഓ എന്നെ സഹായിക്കൂ, എൻ്റെ എല്ലാ വശങ്ങളിലും എന്തോ എന്നെ കുത്തുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. നിന്റെ അദുഷ്ട സഹോദരിമാരുടെ പ്രവൃത്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്നെ കാണാൻ അവരെ അനുവദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ കേട്ടില്ല. ഇപ്പോൾ ഞാൻ ഉടൻ തന്നെ മരിക്കും. നിനക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പല്ലേ വേണ്ടത്? ദൈവത്തെ ഓർത്ത് ആ ഫാൻ വീശി എന്നെ എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ അനുവദിക്കൂ. രാജകുമാരി അമ്പരന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ പൊടിച്ച ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് അവൾ കണ്ടത്. ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ശരീരം ഒരു നീല നിറത്തിലേക്ക് മാറിയിരുന്നു. അവൾ അവനെ വേഗം മറ്റൊരു കട്ടിലിലേക്ക് മാറ്റി ഗ്ലാസ് കഷ്ണങ്ങൾ എടുക്കാൻ തുടങ്ങി. പക്ഷേ അവൻ അലറിക്കൊണ്ടിരുന്നു. വേദന കാരണം. അതുപോലെ തന്നെ ഇനി കൂടെ നിൽക്കില്ലെന്നും പറഞ്ഞ് കരഞ്ഞു. അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവൻ അവളോട് ഫാൻ വീശാൻ നിർബന്ധിച്ചു. അത് അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഷി ടോർ ഹെർ ഹെയർ ആൻഡ് വേവ്ഡ് ഹെർ ഫാൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ മൊമെൻ്റ് ഓഫ് എക്സ്ട്രീം ഇമോഷനും അതുപോലെ ആ മൊമെൻ്റ് ഓഫ് ഡിസ്ട്രെസ്സുമാണ്. ഓക്കെ, ഷീ ടോർ ഹെർ ഹെയർ ആൻഡ് വേവ്ഡ് ഹെർ ഫാൻ എഗൻ ആൻഡ് എഗൻ ടു മേക്ക് ഹിം കം ബാക്ക് ടു ഹെർ, ബട്ട് ഹി ഡി നോട്ട് കം. പക്ഷെ അവൻ വന്നില്ല. തൻ്റെ സഹോദരിമാരെ വിശ്വസിച്ചതിന് അവൾ സ്വയം ശപിച്ചു. ഒരു പക്ഷേ രാജകുമാരൻ മരിച്ചു പോയതുകൊണ്ടായിരിക്കാം തൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് കരുതി അവൾ കരഞ്ഞു. ഉറക്കമില്ലാത്ത ഒരു രാത്രിക്ക് ശേഷം അവൾ അതിരാവിലെ എഴുന്നേറ്റു. വേരുകളും ഔഷധ സസ്യങ്ങളും ശേഖരിക്കുന്ന കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന മരുന്ന് വിൽപ്പനക്കാരൻ്റെ വേഷം ധരിച്ചു. പിന്നെ അവൾ കൊട്ടാരം വിട്ട് തൻ്റെ നഷ്ടപ്പെട്ട കാമുകനെ തേടിപ്പോയി. അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് അവൾക്കറിയില്ല. രാജകുമാരൻ സബറിൻ്റെ ഒരു തുമ്പും കണ്ടെത്താതെ അവൾ കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് അലഞ്ഞു. ഫലമില്ലാതെ ഈ അലഞ്ഞു തിരിയലിന് ശേഷം അവൾ വളരെ ക്ഷീണിതയും രോഗിയുമായി തീർന്നു. താൻ മരിക്കുമെന്ന് അവൾ കരുതി. ഒരു ദിവസം അവൾ ഒരു നദിയുടെ തീരത്തുള്ള ചില മരങ്ങൾക്കിടയിൽ വിശ്രമിക്കുമ്പോൾ അവൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ശാഖകളിലിരിക്കുന്ന ഒരു ജോഡി പക്ഷികളെ കണ്ടു. അവ അവളെ അത്ഭുതപ്പെടുത്തി. മനുഷ്യരെ പോലെ സംസാരിക്കുകയായിരുന്നു പക്ഷികൾ. അതിൽ ഒരു പക്ഷി പറഞ്ഞു, ആ പാവം രാജകുമാരൻ സബറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ ആ പൗഡേർഡ് ഗ്ലാസും പോയിസണും, അതായത് ആ പൊടിച്ച ഗ്ലാസും ഫ്ലഷിൽ കയറിയ വിഷവും കൊണ്ട് കഠിനമായി കഷ്ടപ്പെടുന്നു. ഐ വിഷ് സംബഡി ന്യൂ അബൌട്ട് ദി ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മൈ എക്സ്ക്രിമെൻറ്റ്. അത് എൻ്റെ വിസർജ്യത്തിൻ്റെ രോഗശാന്തി ഗുണങ്ങളെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും അത് അവൻ്റെ ശരീരത്തിന് മുഴുവൻ പുരട്ടിയാൽ വിഷം കലർന്ന ഗ്ലാസിൻ്റെ എല്ലാ കഷ്ണങ്ങളും അവൻ്റെ മാംസത്തിൽ നിന്ന് പുറത്തു വരുമായിരുന്നു. രണ്ടാമതും അത് പുരട്ടിയാൽ അത് അവൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുകയും ചർമ്മത്തിൽ ഒരു സ്കാർ, അതായത് ഒരു മുറിവ് പാടുകളും ഇല്ലാതെ അവനെ വീണ്ടും സുഖപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു പക്ഷി പറയുമ്പോൾ, ഓ എല്ലാം വളരെ നല്ലതാണ്, പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ വിസർജ്യം ശേഖരിച്ചാലും അയാൾക്ക് എങ്ങനെ ഈ വലിയ നദി കടന്ന് രാജകുമാരൻ സബറിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന മറുകരയിലേക്ക് പോകാൻ കഴിയും? മറ്റേ പക്ഷി ചോദിച്ചു. എളുപ്പമാണ്, ഒന്നാമൻ പറഞ്ഞു. നമ്മളിരിക്കുന്ന ഈ മരത്തിൻ്റെ തോൽ കുറച്ച് മുറിച്ചെടുത്ത് കാലിൽ ഇടാനൊരു ചെരുപ്പ് ഉണ്ടാക്കുകയേ വേണ്ടൂ. അപ്പോൾ അവന് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ഒരു റോഡ് മുറിച്ചു കിടക്കുന്നത് പോലെ സുരക്ഷിതമായി ഈ നദി മുറിച്ചു കിടക്കാൻ കഴിയും. നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും കേൾക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.